പ്രളയാനന്തരം റീബിൽഡ് കേരളയിൽ ഉൾപ്പെടുത്തി പുനർനിർമ്മിക്കുന്ന ആലപ്പുഴ ജില്ലയുടെ അഭിമാന പദ്ധതിയായ ആലപ്പുഴ ചങ്ങനാശ്ശേരി റോഡിന്റെ അന്തിമഘട്ട നിർമ്മാണ പ്രവർത്തനങ്ങൾ ദ്രുതഗതിയിൽ പുരോഗമിക്കുന്നു. മാസങ്ങൾക്കുള്ളിൽ ഉദ്ഘാടനത്തിന് തയ്യാറാകാനാണ് നിർദ്ദേശം നൽകിയിട്ടുള്ളത്. കോട്ടയം, ആലപ്പുഴ ജില്ലകളെ ബന്ധിപ്പിക്കുന്ന 24 കിലോമീറ്റർ ദൈർഘ്യമുള്ള AC റോഡിനെ ദീർഘകാലാടിസ്ഥാനത്തിൽ വെള്ളപ്പൊക്ക പ്രതിസന്ധിയിൽ നിന്ന് രക്ഷിക്കുന്നതിനായി റീബിൽഡ് കേരള വഴിയാണ് സംസ്ഥാന സർക്കാർ പുനർനിർമ്മിക്കുന്നത്. AC റോഡിന്റെ നിർമ്മാണം ഇപ്പോൾ അവസാന ഘട്ടത്തിലാണ്. ഊരാളുങ്കൽ ലേബൽ കോൺട്രാക്ട് കോഓപ്പറേറ്റീവ് സൊസൈറ്റി എവറസ്കോൺ എന്ന കമ്പനിയാണ് നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തുന്നത്. റോഡിലെ വലിയ പാലങ്ങളായ കിടങ്ങറ, നെടുമുടി പാലങ്ങളുടെ വീതികൂട്ടൽ പ്രവൃത്തി പൂർത്തിയായി. ഇവിടെ ടാറിംഗ് ജോലികൾ ബാക്കിയാണ്. AC റോഡിൽ നിന്നും മുട്ടാറിലേക്കുള്ള പാലത്തിന്റെ നിർമ്മാണവും ഫിനിഷിംഗ് ജോലികൾ ഒഴികെയുള്ളവയും പൂർത്തിയായി. പള്ളാത്തുരുത്തി വലിയ പാലത്തിന്റെ സമാന്തര പാല നിർമ്മാണം 60% പൂർത്തിയായെന്നും തുടർപണികൾ പുരോഗമിക്കുകയാണെന്നും മേൽനോട്ടം വഹിക്കുന്ന KSDP അധികൃതർ അറിയിച്ചു. നിലവിലുണ്ടായിരുന്ന 8 മുതൽ 9 മീറ്റർ വീതിയിലുള്ള ടാർ ഉപരിതലം 10 മീറ്റർ വീതിയിലുള്ള 2 വരി പാതയാക്കിയും ഇരുവശത്തുമുള്ള നടപ്പാത കാൽനടയാത്രക്കാരുടെ സുരക്ഷിതത്വം ഉറപ്പാക്കുന്നതിന് വേണ്ടി ഉയർത്തി നിർമ്മിക്കുകയുമാണ് ചെയ്തിട്ടുള്ളത്. വാഹന ഗതാഗതത്തിന് 10 മീറ്റർ വീതിയുള്ള 2 വരിപ്പാതയും ഇരുവശത്തും നടപ്പാതയും ഉൾപ്പെടെ 13 മീറ്റർ വരെ വീതിയാണ് റോഡിനുള്ളത്. 5 സ്ഥലങ്ങളിൽ സെമി എലിവേറ്റഡ് ഫ്ലൈ ഓവറുകളും സർവീസ് റോഡും നൽകിയാണ് ക്രമീകരിച്ചിട്ടുള്ളത്. റോഡിന് കുറുകെയുള്ള നീരൊഴുക്ക് സുഗമമാക്കുന്നതിന് വേണ്ടി 3 ഇടങ്ങളിൽ കോസ്വേയും നൽകി. വലിയ പാലങ്ങളായ കിടങ്ങറ, നെടുമുടി പാലങ്ങൾ ഒരു വശത്തേക്ക് വീതി കൂട്ടിയാണ് പുനർനിർമ്മിച്ചത്. 671.66 കോടി രൂപ വിനിയോഗിച്ച് പുനർനിർമ്മിക്കാൻ പദ്ധതിയിട്ടിരുന്ന AC റോഡിന്റെ നിർമ്മാണം പൂർത്തിയാക്കുമ്പോൾ ചെലവ് 800.72 കോടി രൂപയാകുമെന്നാണ് സർക്കാർ നൽകുന്ന വിവരം. കേരള വിഷൻ ന്യൂസ്, ആലപ്പുഴ.